بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المخلوقين وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين أما بعد إن شاء الله നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അജ്മഉ ആയത്തിൻ ഫിൽ ഖുർആനി ലിമകാരിമിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അഹ്സനുഹും ഖുലുഖ എന്നാണ്. നല്ല സ്വഭാവമുള്ള ആളുകൾ, സ്വഭാവശ്രേഷ്ഠങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയ ഖുർആനിൻ്റെ അത്ഭുതമാകുന്ന ഒരു ആയത്തിനെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. സൂറത്തുൽ അഅറാഫിലെ 199 വചനം, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉറുഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഏറ്റവും നല്ല സംശുദ്ധ മനസ്കനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നല്ല സ്വഭാവ ഗുണമുള്ള ഒരാളായി തീരാൻ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്ന 3 കാര്യങ്ങളാണ്. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉറുഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. വിവരമില്ലാത്തവരെ കണ്ടാൽ അവരെ നാം മുഖവിലക്കെടുക്കാതെ മാറി നിൽക്കണം. അവരോട് തർക്കിക്കാനോ സംസാരിക്കാനോ നിൽക്കരുത്. രണ്ടാമതായിട്ട്, നന്മ കൊണ്ടാണ് ആളുകളോട് കൽപ്പിക്കേണ്ടത്. തിന്മ കൊണ്ട് ഒരിക്കലും ആരെയും കൽപ്പിക്കാനോ അതല്ലെങ്കിൽ തിന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കാനോ പാടില്ല. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. വിശുദ്ധ ഖുർആൻ തന്നെ പഠിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഖുദിൽ അഫ്വ, നിങ്ങൾ അഫുവിനെ എപ്പോഴും സ്വീകരിക്കണം. ആരെന്ത് ചെയ്താലും, ഏത് അക്രമി നിങ്ങളോട് എത്ര വലിയ അക്രമം കാട്ടിയാലും, അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമുക്ക് വരച്ചു കാണിച്ചു തന്നതുപോലെ നാം നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കണം. അത് നാം മാതൃകാ ജീവിതമാക്കി മാറ്റണം. അതുകൊണ്ടാണല്ലോ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര വലിയ ശത്രു, എത്ര വലിയ അക്രമം നടത്തിയാലും പുഞ്ചിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിടുന്ന രീതിയാണ് നമുക്ക് നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പരിശുദ്ധമായ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. എന്താണ് ജിബ്രീലെ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉറുഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ എന്ന ആയത്തിൻ്റെ മാന എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധ ആയത്തിൻ്റെ അർത്ഥം റബ്ബിനോട് ചോദിച്ചു മനസ്സിലാക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. ഫലം സുമ്മ റജഅ ഫഖാല, അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും മടങ്ങി വന്ന് പറഞ്ഞു, യാ മുഹമ്മദ് റബ്ബുക യഅ്മുറുക അൻ തസില മൻ ഖതഅക. നിങ്ങളോട് ബന്ധം വിച്ഛേദിച്ച ആളുകളോട് നിങ്ങൾ ബന്ധം പുലർത്തണം. മനുഷ്യന്മാർ സ്വാഭാവികമായിട്ടും പല കാരണങ്ങൾ, ഒരുപക്ഷെ അത് ചെറുതോ വലുതോ ആവട്ടെ, പല കാരണങ്ങൾക്കും വേണ്ടി മനുഷ്യൻ ബന്ധം മുറിക്കുന്നവനാണ്. അങ്ങനെ നിന്നോട് ബന്ധം മുറിച്ചവനെ നീ അവിടെ പോയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവനോട് നീ കൂട്ടുകൂടണം. നിന്നോട് പിണങ്ങിയവനോട് നീ പോയി ഇണങ്ങണം. അങ്ങനെയാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, വതുഅതി മൻ ഹറമക, നിനക്ക് നൽകാതെ നിന്നെ നഷ്ടപ്പെടുത്തിയവന് നീ നൽകണം. നിനക്ക് നൽകാത്തവന് നീ നൽകിക്കൊണ്ട് മാതൃക കാണിക്കണം. വതഅഫു അമ്മൻ ളലമക, നിന്നോട് അതിക്രമം ചെയ്തവനോട് നീ മാപ്പ് നൽകിക്കൊണ്ട് മറുപടി നൽകണം. എന്തൊരു സുന്ദരമാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തിൻ്റെ അർത്ഥം. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തത് സ്വാവി ഇമാം അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാഫർ സ്വാദിഖ് തങ്ങൾ പറയുന്നുണ്ട്, ലൈസ ഫിൽ ഖുർആനി ആയത്തുൻ അജ്മഅ ലിമകാരിമിൽ അഖ്ലാഖി മിൻ ഹാദിഹിൽ ആയ. ഇങ്ങനെയുള്ള ഏറ്റവും സ്വഭാവ ഗുണങ്ങളെയെല്ലാം കുറിച്ച് സംസാരിക്കുന്ന മറ്റൊരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. 3 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അത് ഉത്തമ സ്വഭാവമുള്ള ഒരു മനുഷ്യനായി തീരുന്നതിനെ നമ്മെ സഹായിക്കുന്നുണ്ട് എന്നർത്ഥം. ബൈളാവി ഇമാം ഈ വിഷയത്തെക്കുറിച്ച് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്ന ഒരു ചെറിയ വാചകം പറയാതിരിക്കാൻ വയ്യ. ഖുദ് മാ അഫാ ലക മിൻ അഫ്ആലിൻ നാസ് വലാ തത്ലുബ് മാ യശഖു അലൈഹിം മിനൽ അഫ്വി അല്ലദീ ഹുവ ളിദ്ദുൽ ജഹ്ദ്. നിങ്ങളെപ്പോഴും അഫുവിനെ മാപ്പ് നൽകുന്നതിനെ നിങ്ങളെപ്പോഴും മുറുകെ പിടിക്കണം. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കരുത്. എന്തൊരു സുന്ദരമായ ആശയമാണ്. അഫുവ്, ഒരാൾക്ക് മാപ്പ് നൽകുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ
അവൻ്റെ ലാളിത്യത്തെയും അവൻ്റെ വിനയത്തെയും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മോട് എത്ര വലിയ അതിക്രമം ചെയ്താലും, നമ്മെക്കുറിച്ച് എന്ത് മോശം ചെയ്ത, മോശം പറഞ്ഞ, മോശം പ്രവർത്തിച്ച ആളുകളാണെങ്കിലും അവരോടൊക്കെ നാം അഫ്വ് ചെയ്യുമ്പോൾ അതിലൂടെ അവർ നമ്മെ പഠിക്കുകയും അവർ സ്വയം തിരുത്താൻ സന്നദ്ധരാവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം സംജാതമാകും തീർച്ചയാണ്. അതുകൊണ്ട് ഈ ഒരു കൽപ്പന വളരെയധികം നാം മുഖവിലക്കെടുക്കേണ്ട, ചെറിയ വാക്കുകളിലാണെങ്കിൽ പോലും വളരെ വലിയ അർത്ഥസാരങ്ങളുള്ള ഈ ആയത്തിൻ്റെ മാനയെ നാം മനസ്സിലാക്കി ജീവിതത്തിൽ പുലർത്തേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും അനിവാര്യമാണ്. പരിശുദ്ധമായ ഈ ആയത്തിനെ കുറിച്ച് ഷെയ്ഖ് സാദ അവിടെ പറഞ്ഞത് കാണാം. അന്ന ഹാദിഹിൽ ആയത്ത മുസ്തമിലത്തുൻ അലാ മകാരിമിൽ അഖ്ലാഖി ഫീമാ യതഅല്ലഖു ബിമുആമലത്തിൻ നാസി മഅൽ ഗൈർ. ജനങ്ങൾ സഹജീവികളോട്, മനുഷ്യൻ സാമൂഹിക ജീവിയാണല്ലോ, അതുകൊണ്ട് തന്നെ സഹജീവികളോട് എങ്ങനെ പെരുമാറണമെന്ന ആയത്താണ് ഈ ആയത്ത്. അവൻ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ വചനം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മനുഷ്യരോടുള്ള കടമകൾ നാം പഠിക്കണം. അത് നീ ആരെയെങ്കിലും കണ്ടാൽ, മുസ്ലിമിനെ കണ്ടാൽ സലാം പറയണം. അവൻ നിന്നെ ക്ഷണിച്ചാൽ നാം ഉത്തരം നൽകണം. അവൻ തുമ്മിയാൽ അവൻ ഹംദ് ചെയ്തവനാണെങ്കിൽ അവന് നമ്മൾ ദുആ ചെയ്തു കൊടുക്കണം. അവന് രോഗിയായാൽ അവനെ നാം സന്ദർശിക്കണം. അവൻ മരിച്ചാൽ അവൻ്റെ ജനാസ സംസ്കരണ ചടങ്ങുകളിൽ നാം പങ്കെടുക്കണം. അവന് നസീഹത്ത് കൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടാൽ അവന് നസീഹത്ത് നൽകണം. ഉപദേശം ആവശ്യപ്പെട്ടാൽ ഉപദേശം നൽകണം. അവൻ നിന്നിൽ നിന്നും മറഞ്ഞാൽ അവനെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുന്നതിനെ തൊട്ട് നാം നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. നമുക്കിഷ്ടപ്പെട്ടതെല്ലാം അവനു വേണ്ടിയും നാം ഇഷ്ടപ്പെട്ട് നൽകുകയും മാറ്റിവെക്കുകയും വേണം. നിനക്ക് ഇഷ്ടമില്ലാത്ത സംഗതികൾ അവനും ഉണ്ടാവരുത്, അവനും മാറ്റിവെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 4 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1, നന്മയിൽ അവനെ നിങ്ങൾ സഹായിക്കണം. അവൻ്റെ പാപങ്ങൾ പൊരുത്തപ്പെട്ട് നൽകാൻ വേണ്ടി നിങ്ങൾ മഗ്ഫിറത്ത് തേടണം. അതേപോലെ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരെ നിങ്ങൾ ഇഷ്ടപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൻ്റെ രീതി അതായിരുന്നു. അതുകൊണ്ടാണ് അവർക്കിടയിൽ അവർ പരസ്പരം കാരുണ്യം വിതറുന്ന ആളുകളാണ് എന്ന് ഖുർആൻ സൂറത്തുൽ ഫത്ഹിലൂടെ റുഹമാ ബൈനഹും എന്ന് പറയുന്ന ആയത്തിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. റുഹമാ ബൈനഹും എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹവും കാരുണ്യവും കൈമാറുന്ന ആളുകളായിരുന്നു. അവർ പരസ്പരം കണ്ടാൽ അല്ലാഹുമ്മ ബാരിക് ലഹു ഫീമാ ഖസംത ലഹു മിനൽ ഖൈർ വസബ്ബിത്ഹു അലൈഹി വൻഫഅനാ ബിഹി വഇദ എന്ന് പ്രത്യേകം ദുആ ചെയ്യാറുണ്ടായിരുന്നു. നല്ല മനുഷ്യന്മാരെ കണ്ടാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. നല്ല ആളുകൾ മോശമായ താഴേക്കിടയിലുള്ള ആളുകളെ കണ്ടാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ ഹ്ദിഹി വതുബ് അലൈഹി വഗ്ഫിർ ലഹു എന്നിങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, നമുക്കിഷ്ടപ്പെട്ടത് നാം അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യന്മാർ ഒരു ശരീരം പോലെയാണ്. അയാളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് വല്ല പ്രയാസവും സംഭവിച്ചാൽ മറ്റുള്ള അവയവങ്ങളിലും അത് പ്രകടമാകും. അതേപോലെ മുഅ്മിനീങ്ങൾ പരസ്പരം ഒരു ശരീരത്തിൻ്റെ പല അവയവങ്ങൾ പോലെയാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം അവർ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ആരെയും വാക്കുകൊണ്ടോ ബിഫിഅലിൻ വലാ ഖൗലിൻ, ഒരു സംസാരം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവൻ്റെ അതിക്രമങ്ങൾ, അത് നാവ് കൊണ്ടുള്ള അക്രമങ്ങളാവട്ടെ, പരദൂഷണം, ഏഷണി, അസൂയ, ഇതിനൊക്കെ അപ്പുറം ഫിത്ന, ഇങ്ങനെയുള്ള നാവിൻ്റെ അപകടങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കൈ കൊണ്ടുള്ള അക്രമങ്ങളിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെടുമ്പോഴാണ് ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിം ആകുന്നത്. ഇവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് വെറും മുസ്ലിം എന്നല്ല, അഫ്ളലുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഉത്തമ സ്വഭാവ മഹിമയുള്ള ആളുകൾ എന്ന് പറയാം. അതുകൊണ്ടാണ് ഒരാൾ വന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, ആരാ റസൂലെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിന്റെ കൽബ് കൊണ്ട് അള്ളാഹുവിനെ നീ വിശ്വസിച്ചുകൊണ്ട് അവന് മാറ്റിവെക്കുക നിന്റെ കൽബിനെ, നിന്റെ കയ്യിനെയും നിന്റെ നാവിനെയും ജനങ്ങളിൽ നിന്നും നീ സൂക്ഷിക്കുക. എന്തൊരു സുന്ദരമായ മറുപടിയാണത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഒരു കണ്ണിൻ്റെ ഒരു നോട്ടം കൊണ്ടുപോലും സ്വന്തം സഹോദരനെ നാം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇന്ന് ആധുനിക കാലം, സോഷ്യൽ മീഡിയ എത്രത്തോളം വളർന്നിട്ടുണ്ട് നാം മനസ്സിലാക്കണം. നാം എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത് എന്നും നമ്മുടെ സംസാരത്തിൽ ആർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നാം ഒരു വേളയെങ്കിലും ചിന്തിക്കണം.
ഇങ്ങനെ സഹോദരന്മാരോട് ഇടപെടുമ്പോഴുള്ള മറ്റൊന്നാണ് അയ്യത്തവാല അലിക്കുല്ലി മുസ്ലിമിൻ, എല്ലാവരോടും വിനയത്തോടുകൂടെ നാം സംസാരിക്കണം. വലാ യതകബ്ബർ അലൈഹി, ആരുടെ മേലും കിബർ നടിച്ചുകൊണ്ട് അഹന്തയും അഹങ്കാരവുമായിട്ട് നാം സംസാരിക്കരുത്. കാരണം ഫഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകിയതാണ് അൻ തവാലഉ ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ. അതുകൊണ്ടാണ് അവൻ്റെ നടത്തത്തിൽ എങ്ങനെ നടക്കണം ഖുർആൻ പഠിപ്പിച്ചു. യാ ബുനയ്യ വലാ തംശി ഫിൽ അർളി മറഹ എന്നാണ് ഖുർആനിലുള്ളത്. മറ്റൊരു സ്ഥലത്ത് യഥാർത്ഥ അടിമകളെ കുറിച്ച് റബ്ബിന്റെ അടിമകൾ എന്ന് പറഞ്ഞ് ചേർത്തി പറഞ്ഞ ഒരു കൂട്ടം യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. എന്തൊരു സുന്ദരമായ ആയത്തുകളാണ്. ഖലീൽ ഇബ്നു അഹ്മദ് എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നുണ്ട്, നീ ആരെയെങ്കിലും നമീമത്ത് പറഞ്ഞാൽ അവൻ നിന്നെയും പറയും. നീ ആരെക്കുറിച്ചെങ്കിലും മോശമായ സംസാരം സംസാരിച്ചാൽ അവൻ നിന്നെക്കുറിച്ചും സംസാരിക്കും. നാം സൂക്ഷിക്കണം. ചെറിയ വിഷയത്തിൻ്റെ പേരിൽ നമ്മൾ അഫ്വ് നൽകാതെ ഒന്നും രണ്ടും മൂന്നുമല്ല ഒരുപാട് കാലങ്ങൾ മരിക്കുന്നത് വരെ പിണങ്ങി നിൽക്കുന്ന എത്ര ആളുകളുണ്ട്. സ്വന്തം മുസ്ലിമായ സഹോദരന് ദുന്യാവിൻ്റെ വിഷയത്തിൽ 3-ലധികം ദിവസം തെറ്റി നിൽക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എത്ര സുന്ദരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. സ്വന്തം സഹോദരന്മാർ ചെയ്ത എല്ലാ തെറ്റുകളെക്കുറിച്ചും യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന ബിഅഫ്വിക അൻ ഇഖ്വതിക റഫഅത ദിക്റക ഫിദ്ദാറൈൻ എന്നാണ്. നീ അഫ്വ് ചെയ്തോ, ദുനിയാവിലും ആഖിറത്തിലും നീ വാഴ്ത്തപ്പെടും. ആ ചരിത്രം എന്തു സുന്ദരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഒരു മനുഷ്യനെയും വേദനിപ്പിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. ദീനിന്റെ വിഷയത്തിൽ വല്ല കോട്ടവോ വല്ല ന്യൂനതയും സംഭവിച്ചാൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന ഒരൊറ്റ സംസാരം, ആയത്തിന്റെ വിശദീകരണം അവസാനിക്കുന്നു മാ അഫാ റജുലുൻ അൻ മദ്ലമത്തിൻ ഇല്ലാ സാദഹുല്ലാഹു ബിഹാ ഇസ്സ. ആരെങ്കിലും അഫ്വ് ചെയ്താൽ അതുകൊണ്ട് ആ അഫ്വ് ചെയ്ത വ്യക്തിക്ക് അള്ളാഹു ഇസ്സത്തിനെ ഏറ്റിക്കൊടുക്കും, പ്രതാപത്തെ വർദ്ധിപ്പിച്ച് നൽകും. അള്ളാഹു നല്ല സ്വഭാവം നമുക്ക് നൽകുമാറാവട്ടെ. മാ നഖസ മാലു സദഖത്തിൻ വമാ സാദല്ലാഹു റജുലൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ വമാ മിൻ അഹദിൻ തവാളഅ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. എന്തൊരു നല്ല ഹദീസ. മുകാശഫത്തുൽ ഖുലൂബിൽ ഗസ്സാലി ഇമാം ഇത് വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ഒരാള് സ്വതക്ക ചെയ്താൽ അവൻ്റെ സമ്പത്ത് കുറയുന്നില്ല. ഒരു മനുഷ്യന് അഫ്വ് നൽകിയാൽ അവന് പ്രതാപമല്ലാതെ ഉണ്ടാകുന്നില്ല. ആരെങ്കിലും അള്ളാഹുവിനു വേണ്ടി വിനയം കാണിച്ചാൽ അത് കാരണമായിട്ട് അള്ളാഹു അവനെ ഉയർത്തും. അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരട്ടെ. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. ആമീൻ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.